നമ്പീശമാമൻ മോനൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. അത് മാമൻ അങ്ങോട്ട് വന്ന് തരണോ അതോ മോൻ ഇങ്ങോട്ട് വന്ന് വാങ്ങിക്കുന്നോ? നിയമ നടപടിയുമായി മുന്നോട്ടു പോയി KSRTC ഡ്രൈവർ യദുവിനെ വീട്ടിലിരുത്താൻ താല്പര്യമില്ല എന്ന് നടി റോഷ്ന ആൻഡ്രോയ്. കഷ്ടം, ഉത്തരത്തിലിരിക്കുന്നത് കിട്ടിയില്ല, കക്ഷത്തിലിരിക്കുന്നത് പോവുകയും ചെയ്തു. ഈശ്വര, ആലോചിച്ചിട്ട് രക്തം പിടിയും കിട്ടുന്നില്ല. അത് തന്നെയല്ലേ ഞാനിപ്പോ പറഞ്ഞത്. നീ പറഞ്ഞു എന്ന് പറഞ്ഞാൽ എനിക്ക് രണ്ടാമത് പറഞ്ഞൂടെ? പരാതിയായിട്ട് റോഷ്ന മുന്നോട്ട് പോകാൻ തന്നെയാണോ തീരുമാനിച്ചിരിക്കുന്നത്? ഇപ്പൊ അങ്ങനെ വിചാരിച്ചിട്ടില്ല ഞാൻ. നിനക്കെന്താ ഒരു മാനസാന്തരം? ഒരു കയ്യബദ്ധം പറ്റിയതാ. പരസ്യമായി തെറി വിളിക്കുകയായിരുന്നു യദു. കൊച്ചിയിൽ അടിയന്തരമായി എത്തേണ്ടത് കൊണ്ടാണ് സംഭവ ദിവസം പരാതി നൽകാതിരുന്നത്. അത് പിന്നെ എപ്പോഴത്തെ പോലെ ഞാനൊരു തമാശ ഉദ്ദേശിച്ചു. ഓൾറെഡി അന്ന് എന്തുകൊണ്ട് കേസ് കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട് ഭയങ്കര വിപ്ലവമാണ് ഇപ്പൊ. ബാലേന്ദ്രനെ ഒതുക്കാമെന്നാ പറഞ്ഞപ്പോ അത് ഇത്രത്തോളം കടന്നു കൈയായിരിക്കും നീ കരുതിയില്ല. ഞാൻ അന്നും കേസ് കൊടുത്തിട്ടില്ല, ഇന്നും ഞാൻ കേസായിട്ട് പോയിട്ടില്ല. എനിക്ക് മാനസികമായി ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു കാര്യം FB പോസ്റ്റിലൂടെ ഷെയർ ചെയ്യാണ് ഞാൻ ചെയ്തത്. പറഞ്ഞതുപോലെ ചെയ്യാവൂ. കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പോയ എന്തിന്? അദ്ദേഹം ജോലിയിൽ തുടരണമെന്ന് തന്നെയാണ് എന്റെ ആഗ്രഹം. നമുക്ക് കോംപ്രമൈസ് ചെയ്യാം. അടിയിൽ കോംപ്രമൈസ് ഇല്ല ചേട്ടാ. എന്റെ അടിയിൽ കോംപ്രമൈസ് ഇല്ലെന്നാ പറഞ്ഞത്. ഒരു പരാതിയിലേക്കൊന്നും പോവാത്തത് എന്തായിരുന്നു? അന്ന് പരാതിയിലേക്ക് ഞാൻ എൻ്റെ ഷോപ്പിന്റെ ഉദ്ഘാടന സംബന്ധമായിട്ടാണ് ഞാൻ വരുന്നത്. ഓൾറെഡി ഞാൻ ലേറ്റായി. അന്നത്തെ സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. പദവി പോയ പട്ടിക്കും വേണ്ട, നീ ഇപ്പൊ തനിക്ക് മനസ്സിലായല്ലോ.